പന്തിരാങ്കാവിൽ നവവധുവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ അവിടെ പോലീസിനെതിരെ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ പോലീസിൽ നടപടി വരുന്നു എന്നുള്ളതാണ്. പന്തിരാങ്കാവ് SHOയ്ക്ക് സസ്പെൻഷൻ എന്നുള്ള വാർത്ത വരുന്നു. വിശദാംശങ്ങളുമായി ദീപക് ധർമ്മടം ഇപ്പോൾ ചേരുന്നുണ്ട്. ദീപക്, പറയൂ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പന്തീരങ്കാവ് പോലീസിൽ കൃത്യമായ കൃത്യവിലോപം ഈ ഇരയ്ക്ക് സംരക്ഷണം നൽകുന്നതിൽ, പ്രതിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഈ ഇരയുടെ കുടുംബം പരാതി നൽകുന്നു മുഖ്യമന്ത്രിക്ക്. ഏറ്റവും ഒടുവിൽ പുതിയ വാർത്ത, 24ന്റെ ബിഗ് ബ്രേക്ക്, ഈ SHOയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നോർത്ത് സോൺ IG സേതുരാമനാണ് സസ്പെൻഡ് ചെയ്തത്. സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ADGP MR അജിത് കുമാർ ഉത്തരവിട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകി. സ്പെഷ്യൽ ബ്രാഞ്ച് ACPയും അന്വേഷിച്ചു. ആ അന്വേഷണ റിപ്പോർട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ SHO AS സരിനെ, IP AS സരിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ ഇരയ്ക്കൊപ്പം നിൽക്കാതെ പ്രതിക്ക് വേണ്ടി നിന്നു. മാത്രവുമല്ല, ഈ പ്രതി രാജ്യം വിട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. ഇത്തരമൊരു സാഹചര്യത്തിൽ കടുത്ത നടപടിയിലേക്ക് പോകണം എന്ന് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇന്നലെ ഇരയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടിയന്തരമായി ഇടപെടുന്നു. ADGP MR അജിത് കുമാറിന് കർശന നടപടിക്ക് നിർദ്ദേശം നൽകുന്നു. ഇതേ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയുമായി അദ്ദേഹം ടെലിഫോണിക് മീറ്റിംഗ് നടത്തുന്നു. ഇതിനുശേഷമാണ് കേസിൽ നടന്ന ക്രമക്കേടുകളെക്കുറിച്ചുള്ള പ്രാഥമിക വിവരം ലഭിക്കുന്നത്. അതിനുശേഷം കടുത്ത വകുപ്പുകൾ ചുമത്തുന്നു. കേസിന്റെ സ്വഭാവം മാറുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്നു. നേരത്തെ അന്വേഷണ ചുമതല അവിടുത്തെ SHOയ്ക്കും SIക്കുമായിരുന്നു. ഇവരിൽ നിന്നും അന്വേഷണം ഫറൂഖ് ACPയിലേക്ക് മാറ്റുന്നു. അത്തരത്തിൽ അന്വേഷണം മാറ്റിയതിന് സമാന്തരമായി തന്നെ ഈ പോലീസിന്റെ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ ADGP നിർദ്ദേശം നൽകി. സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ അന്വേഷിച്ച് പ്രാഥമിക റിപ്പോർട്ട് കൈമാറി. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നോർത്ത് സോൺ IG സേതുരാമൻ ഈ പന്തീരങ്കാവ് SHOയ്ക്ക് സസ്പെൻഷൻ നൽകിക്കൊണ്ട് നടപടി ആരംഭിച്ചിരിക്കുന്നത്. ഉന്മേഷ്, ദീപക്, ഇപ്പോൾ ആ കുടുംബം തന്നെ ഉന്നയിച്ച ആരോപണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ആ പെൺകുട്ടിയുടെ മാതാവ് പറഞ്ഞത്, പോലീസിനെ സമീപിച്ചപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ പെരുമാറ്റം, അവിടുത്തെ SHO ഏത് തരത്തിലാണ് ഇടപെട്ടതെന്ന് പെൺകുട്ടിയുടെ പിതാവും തുറന്നു പറഞ്ഞിട്ടുണ്ട്. വേണ്ടത്ര ഗൗരവത്തിലെടുത്തില്ല എന്നത് മാത്രമല്ല, പ്രതിക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന തരത്തിൽ അവരുടെ പെരുമാറ്റം പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഉണ്ടായെന്നായിരുന്നല്ലോ അവരുടെ ആരോപണം. ദീപക്, ഇരയുടെ കുടുംബം വളരെ ഗുരുതരമായ ആരോപണമായിരുന്നു പന്തീരങ്കാവ് SHOയ്ക്കും ഒപ്പം പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിക്കൊപ്പം നിന്നു എന്നും ഇരയോട് മാന്യമായി പെരുമാറാൻ തയ്യാറായില്ല എന്നും, നിങ്ങൾ വേണമെങ്കിൽ ആശുപത്രിയിൽ പോയി സർട്ടിഫിക്കറ്റുമായി വരൂ എന്നൊക്കെ പറഞ്ഞു എന്നുള്ള ആരോപണങ്ങളായിരുന്നു. ഈ ആരോപണങ്ങൾ നിരത്തിക്കൊണ്ടായിരുന്നു അവർ മാധ്യമങ്ങളോട് സംസാരിച്ചത്. മാത്രവുമല്ല, ഇന്നലെ ഈ കുടുംബം വളരെ കൃത്യമായ ആരോപണങ്ങൾ നിരത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. മുഖ്യമന്ത്രി വിദേശയാത്രയിലാണെങ്കിലും മുഖ്യമന്ത്രി കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാറിനോട് ഈ കേസ് റിവ്യൂ ചെയ്യാനും അടിയന്തര നടപടിയിലേക്ക് കടന്നുകൊണ്ട് ഇരയ്ക്ക് നീതി നൽകാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാൻ പറയുന്നു. തുടർന്ന് ഈ കേസിന്റെ റിവ്യൂയിലേക്ക് കടന്നു. ഈ ആരോപണം നിലനിൽക്കുകയാണ്. അതായത് പന്തീരങ്കാവ് പോലീസിനെതിരായ ആരോപണത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെയായിരുന്നു കേസിന്റെ റിവ്യൂയിലേക്ക് കടക്കുന്നത്. രാത്രി വൈകിയാണെങ്കിലും സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ കേസിന്റെ ഫയലുകൾ പരിശോധിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഗുരുതര വകുപ്പുകളിലേക്ക്, നേരത്തെ ദുർബലമായ വകുപ്പുകളായിരുന്നു ചുമത്തിയത്, എന്നാൽ അതിനുശേഷം ഗുരുതരമായ വകുപ്പുകൾ ചുമത്തുന്നു. 307 ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക്, വധശ്രമങ്ങൾ ഉൾപ്പെടെ നടന്നു എന്നുള്ള നിലയിലേക്കുള്ള വിഷയങ്ങൾ വരുന്നു. ഇതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥനെ തന്നെ മാറ്റുന്നു. അതായത് SHO AS സരിനെ മാറ്റി ACP സാജു എബ്രഹാമിനെ ഈ കേസിന്റെ ചുമതല ഏൽപ്പിക്കുന്നു. അതിനുശേഷം കേസിലെ അന്വേഷണ പുരോഗതിക്കിടയിലാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത്. പോലീസ് കണ്ടെത്തുന്നത് പ്രതി 2 ദിവസം മുൻപ് സ്ഥലം വിട്ടു. മാത്രവുമല്ല, പ്രതി ബംഗളൂരുവിലെത്തി. ബംഗളൂരുവിൽ നിന്നും സിംഗപ്പൂരിലേക്ക് വിമാനമാർഗം കടന്നു എന്നുള്ളത്. ഈ വിവരത്തെ അതീവ ഗൗരവമായിരുന്നു പോലീസ് ആസ്ഥാനവും ആഭ്യന്തര വകുപ്പും കണ്ടത്. അതുകൊണ്ട് തന്നെ കർശന നടപടിക്ക്, പ്രതിക്ക് രക്ഷപ്പെടാൻ സാഹചര്യം ഒരുക്കിയ ആൾക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് വന്ന ഉടൻ തന്നെ സേതുരാമൻ, നോർത്ത് സോൺ IG ഇത്തരത്തിൽ സസ്പെൻഷൻ ഉത്തരവിട്ടത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ദീപക്, തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി വന്ന തുടക്കത്തിൽ പോലീസിന് ജാഗ്രതക്കുറവുണ്ടായല്ലോ. അതാണല്ലോ പ്രതിക്ക് വിദേശത്തേക്ക് കടക്കാനുള്ള അനുകൂല സാഹചര്യം ഒരുക്കിയത്. അത് കുടുംബം മുന്നോട്ട് വെച്ച ആരോപണമാണ്. അത് തന്നെ സ്ഥിരീകരിക്കുന്നു സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി എന്നാണോ വായിച്ചെടുക്കേണ്ടത്?
അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം പോലീസിന് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്, പോലീസ് ഇരക്കൊപ്പം നിന്നില്ല എന്നുള്ളത് ഈ കേസിനെ റിവ്യൂ ചെയ്യുമ്പോൾ അതൊരു സാധാരണ മാധ്യമപ്രവർത്തകർക്ക് പോലും മനസ്സിലാക്കാവുന്നതാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള ഒരു വെർഷൻ ഇത് ഒരു ഭാര്യാഭർത്തൃ കേസായതുകൊണ്ട് ഗൗരവത്തിലെടുത്തില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ഗാർഹിക പീഡന കേസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, സ്ത്രീപീഡന കേസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് കൃത്യമായ നിയമമുണ്ട്, വ്യവസ്ഥയുണ്ട്. മാത്രവുമല്ല DGPയുടെ ആവർത്തിച്ചുള്ള സർക്കുലറുകളുമുണ്ട്. എന്നാൽ ഇതെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ടായിരുന്നു ഇതിൽ ഇടപെടൽ ഉണ്ടായത് എന്നുള്ളതാണ് ഈ ഇരയുടെ കുടുംബം ആരോപിച്ചുകൊണ്ടേയിരുന്നത്. ഈ ആരോപണങ്ങൾക്കൊപ്പം അവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. ആ പരാതിയിൽ കടുത്ത നടപടിയിലേക്ക് കടക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് അന്വേഷണ സംഘത്തെ ആകെ മാറ്റി. നേരത്തെയുള്ള IP ഈ AS സരിനെ മാറ്റുന്നു, SI മാറ്റുന്നു, പ്രത്യേക അന്വേഷണ സംഘം 7 അംഗ സംഘത്തെ രൂപീകരിക്കുന്നു. അതിൽ പന്തീരങ്കാവിൽ നിന്നുള്ള IP മാറ്റിക്കൊണ്ട് തൊട്ടപ്പുറത്തുള്ള പന്നിയങ്കരയിൽ നിന്നും ഉള്ള IP വയ്ക്കുന്നു. മാത്രവുമല്ല അന്വേഷണ ചുമതല ACPക്ക് നൽകുന്നു, ACP സാജു എബ്രഹാമിന് നൽകുന്നു. ഈ രീതിയിൽ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. സമാന്തരമായി ഇന്റലിജൻസിൻ്റെയും മറ്റും സംവിധാനങ്ങളുടെ നിരീക്ഷണവും ഏർപ്പെടുത്തുന്നു. ഇതിനൊപ്പം തന്നെ പോലീസിനുണ്ടായ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ ADGP നിർദ്ദേശിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് കൃത്യവിലോപമുണ്ടായി, വീഴ്ചയുണ്ടായി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്റ്റേഷന്റെ ചുമതലക്കാരനായ SHOവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ ഉന്മേഷ്. ദീപക്, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തുടക്കത്തിൽ ഉയർന്ന ആരോപണങ്ങൾ നമ്മൾക്കറിയാം. ഇപ്പോൾ പ്രതി വിദേശത്താണ്, പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കുന്നുണ്ട്. ഇനി പ്രതിയെ ഇവിടെ എത്തിക്കണമല്ലോ. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ ഇപ്പോൾ അറിവാകുന്നുണ്ടോ ദീപക്? ഈ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇരയുടെ കൂടുതൽ മൊഴി രേഖപ്പെടുത്തുക, ഇരയുമായി ബന്ധപ്പെട്ട സാക്ഷികൾ, ഡോക്ടർ തുടങ്ങിയവരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. പ്രതിയുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ സഞ്ചാരപാത ഉൾപ്പെടെ പ്രതിയുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ എല്ലാം പോലീസ് ശേഖരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. വൈകിട്ടോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം തലവൻ സാജു എബ്രഹാം പറവൂരിലെ വസതിയിലെത്തി മൊഴി രേഖപ്പെടുത്തും. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘം അവിടത്തേക്ക് പുറപ്പെട്ടു. നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് അവർ എറണാകുളം ജില്ലയിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ ഒരു അനാലിസിസ് നടക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. ഏതായാലും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അത് റെഡ് കോർണർ നോട്ടീസാക്കി മാറ്റുകയും ചെയ്യും. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ഈ രാജ്യം വിട്ടുപോകാൻ പ്രതിക്കുള്ള സഹായം പോലീസിൻ്റെ ജാഗ്രത കുറവ് തന്നെയാണ്, അല്ലെങ്കിൽ പോലീസിൻ്റെ ഒത്താശയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കടുത്ത സസ്പെൻഷൻ നടപടിയിലേക്ക് പോലീസ് പെട്ടെന്ന് തന്നെ കടന്നതും. ദീപക് തുടരുക. ഇപ്പോൾ വിനീത VG കൂടി ചേർന്നുണ്ട്. വിനീത, കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടിയുമായി സംസാരിച്ചിരുന്നു, ആ യുവതിയുമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.